ഹലോ. കുറച്ച് ദിവസം കൊണ്ട് ഏത്തയ്ക്കാപ്പം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. മീൻസ് പഴംപൊരി. അപ്പം നാട്ടിൽ പോയപ്പം ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കങ്ങോട്ട് തൃപ്തിയായില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് വീക്ക് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പം മലയാളി ഷോപ്പിൽ ഇതിൻ്റെ അതായത് പഴംപൊരിയുടെ ഫ്രോസൺ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫ്രോസൺ താല്പര്യമില്ല. മീൻസ് നമ്മളത് ചൂടാക്കി കഴിക്കുമ്പം ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടില്ല. സോ ഞാനപ്പം ഏത്തയ്ക്ക വാങ്ങി. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഏത്തയ്ക്ക ഇവിടെ കിട്ടില്ല. മലയാള ഷോപ്പിൽ മാത്രമേ ഏത്തയ്ക്ക കിട്ടാറുള്ളൂ. അപ്പം അതാണെങ്കിൽ ഭയങ്കര റേറ്റും ആയിരിക്കും. എനിക്കൊന്ന് ഇപ്പം ഞാൻ ലാസ്റ്റ് വാങ്ങിയപ്പം 1 kg 3 പൗണ്ടോളം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ റുപ്പി ഒരു 350 രൂപയോളം വരും. ഞാനിത് വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പം 1.5 ആഴ്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ടും അത്യാവശ്യം സമയവും സൗകര്യമൊക്കെ ഒത്തു വന്നതുകൊണ്ടും ഇന്ന് അങ്ങ് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പഴംപൊരി ഉണ്ടാക്കാൻ അറിയാമെന്ന്. പക്ഷെ എനിക്കറിയില്ല. ഞാൻ നാട്ടിൽ വെച്ചൊരു കുറേ തവണ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ. ദൈവം സഹായിച്ച് ഒറ്റത്തവണ പോലും അത് നന്നായിട്ട് വന്നിട്ടില്ല. ഞാൻ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു മാവില്ലേ, അത് ഏത്തക്കയിൽ അങ്ങോട്ട് മുങ്ങി നിൽക്കത്തില്ല, ഭയങ്കര ലൂസായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അത് മാവിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് മിക്സ് ആകാഞ്ഞിട്ടായിരിക്കുമെന്ന്. മീൻസ് വെള്ളം കൂടുതലായതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഭയങ്കര കെയർഫുള്ളായിട്ടാണ് വെള്ളം ഒഴിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വെള്ളം ഒഴിച്ചതിലും പണിപാളി, ഷുഗർ ആഡ് ചെയ്തതിലും പണിപാളി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മാവ് ഞാൻ ഉദ്ദേശിച്ച പോലെ അത്തോട്ട് തിക്കായിട്ടില്ല. അതായത് ആ ഒരു പഴത്തിനകത്ത് നല്ല കട്ടിക്ക് അങ്ങോട്ട് മാവ് വന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കിന്ന് ഷുഗർ ആഡ് ചെയ്തത് നന്നായിട്ട് കരിഞ്ഞ പോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടുതലായിട്ട് വന്നു. എനിവേ അറ്റ് ലാസ്റ്റ് കഴിക്കാൻ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ചായ. അപ്പോൾ അത്രയേ ഉള്ളൂ.